ഹലോ, നമസ്കാരം. ടോക്സിക് പേര് പോലെ തന്നെ പ്രേക്ഷകരുടെ ക്ഷമയെ പരീക്ഷിക്കുന്ന ഒരു തലവേദന പടം എന്ന് ഞാൻ പറയും. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വലിയ ഒരു ഹൈപ്പ് നൽകി ഈ യാഷിന്റെ ഈ സിനിമ വരുമ്പോൾ നമുക്ക് ഒട്ടും ദഹിക്കാത്തതുമായിട്ടുള്ള ഒരു അനുഭവമാണ് ഗീതു മോഹൻദാസ് ഒരുക്കി വച്ചിരിക്കുന്നത്. എനിക്കാണെങ്കിൽ ഈ സിനിമ കണ്ടിട്ട് തലവേദനയാണ് വന്നത്. 3.25 മണിക്കൂറോളമുണ്ട് ഈ സിനിമ. വിഷ്വൽസ് മാത്രമാണ് അകപ്പാടെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒട്ടും കഥയ്ക്ക് ഒരു ഇതില്ല. പോർച്ചുഗീസ് ഭരണകാലത്ത് ഗോവ പശ്ചാത്തലമാക്കി പറയുന്ന ഒരു അണ്ടർവേൾഡ് ഗാങ്സ്റ്റർ മൂവി, അതിനപ്പുറം മറ്റൊന്നും തന്നെ ഇല്ല. ഈ ആശയത്തെ നല്ലൊരു തിരക്കഥയാക്കി മാറ്റിയെടുക്കാൻ വേണ്ടി പൂർണ്ണമായും പരാജയപ്പെട്ടു എന്നുള്ളതാണ് ടോക്സിക്കിന്റെ വലിയൊരു കുഴപ്പമായിട്ട് എനിക്ക് തോന്നിയത്. പ്രതികാരവും പ്രണയവും സഹോദരി ബന്ധവും ഒക്കെ കൂട്ടിക്കലർത്തി ഒരു KGF അനിമൽസും അങ്ങനെ കൂട്ടിക്കലർത്തിയ ഒരു മിക്സഡ് സാധനം അവസാനത്തെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് മാത്രമാണ് എന്തെങ്കിലും പറയാൻ ശ്രമിക്കുന്നത്. അതുവരെയും എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. കുറെ ആൾക്കാർ, ഗാങ്സ്റ്റർ ഗ്രൂപ്പുകൾ വരുന്നു, അവർ പരസ്പരം അടിവെക്കുന്നു. എന്തിനു വേണ്ടിയാണ് അടിവെക്കുന്നതെന്ന് പോലുമില്ല. അനാവശ്യമായ വയലൻസും ഒരുപാട് അരാജകത്വം നിറയ്ക്കുന്ന കുറെ സെക്സ്വൽ ഹരാസ്മെന്റും കുറെ സാധനങ്ങൾ കുത്തി നിറച്ച് എന്താണ് കാണിച്ചു വെക്കുന്നത്? ഒരു ദേശീയ അവാർഡ് ജേതാവായിട്ടുള്ള ഒരു സംവിധായകനിൽ നിന്നും പ്രതീക്ഷിക്കുന്ന ഒരു സാധനം ഇതല്ല ഒരിക്കലും. അതോടൊപ്പം തന്നെ ലോകം അറിയപ്പെടുന്ന നമ്മുടെ ഒരു ഇന്ത്യയിലെ ഏറ്റവും ഹൈ ആയിട്ട് നിൽക്കുന്ന ഒരു നടനെ കൊണ്ട് ചെയ്യിപ്പിച്ച ഒരു സാധനം.